കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് ഷൈന രൂപേഷിനെ വലപ്പാട് ചന്തപ്പടിയിലെ വീട്ടിലെത്തിച്ചു. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മാതാവിനെ കാണാനാണ് 10-അംഗ തണ്ടർബോൾട്ടിന്റെ സുരക്ഷയോടെ ചന്തപ്പടിയിലെ വീട്ടിലെത്തിച്ചത്. ഷൈനയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാനന്തവാടി കോടതി അസുഖബാധിതനായി കിടക്കുന്ന മാതാവിനെ കാണാൻ ഷൈന രൂപേഷിന് അനുമതി നൽകിയിരുന്നു. സുൽത്താൻ ബത്തേരി CI PD സുനിൽകുമാറും സംഘവും കോയമ്പത്തൂർ ജയിലിൽ നിന്ന് ഷൈനയെ വലപ്പാട്ടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ടെമ്പോ ട്രാവലറിലാണ് 10-അംഗ തണ്ടർബോൾട്ടിന്റെയും 2 പോലീസ് വാഹനങ്ങളുടെയും അകമ്പടിയിൽ അതീവ സുരക്ഷയിലാണ് ഇവരെ കൊണ്ടുവന്നത്. ഷൈനയെ കൊണ്ടുവരുന്ന വിവരമറിഞ്ഞ വലപ്പാട് CI CR സന്തോഷ്, SI ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘവും വലപ്പാട് ചന്തപ്പടിയിലെ വീട്ടിലും പരിസരത്തുമായി കാവൽ നിന്നിരുന്നു. ബുധനാഴ്ച രാവിലെ 10:50 ഷൈനയെയും കൂട്ടിയുള്ള തണ്ടർബോൾട്ട് സംഘം വലപ്പാട്ടെ വീട്ടിലെത്തി. ഷൈനയുടെ മാതാവിനൊപ്പം മക്കളായ ആമിയും സവേരയും, സഹോദരൻ അബ്ദുൾ അസീസ്, മറ്റൊരു സഹോദരൻ, മക്കൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. വലപ്പാട് ചന്തപ്പടിയിലെ വീട്ടിലെത്തിച്ചതിന് ശേഷം 3 മണിക്കൂർ സമയം ചെലവഴിക്കാനാണ് കോടതി അനുമതി നൽകിയത്. കുടുംബാംഗങ്ങളല്ലാതെ വീട്ടിൽ മറ്റാരുമായും സംസാരിക്കുന്നതിനും കോടതി വിലക്കിയിരുന്നു. അമ്മയ്ക്കും മക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കൊപ്പം വിശ്രമത്തിനും ഉച്ചഭക്ഷണത്തിനു ശേഷം കൃത്യം 1:50 ഷൈനയെ തിരികെ കോയമ്പത്തൂർ ജയിലിൽ എത്തിക്കാൻ വീട്ടിൽ നിന്ന് പോലീസ് സംഘം പുറത്തിറങ്ങി. ഷൈന രൂപേഷ് എത്തിയ വിവരമറിഞ്ഞ നിരവധി പേരാണ് വീടിന് സമീപത്ത് തടിച്ചുകൂടിയത്. തണ്ടർബോൾട്ട് സംഘവും സുരക്ഷാ വലയം തീർത്ത വാനിൽ കയറുന്നതിനിടെ തന്റെ ചുമലിൽ തള്ളിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് തള്ളരുതെന്നും ഇത്രയും സമയം നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്നായിരുന്നു ഷൈനയുടെ പ്രതികരണം. വാനിൽ കയറിയ ഷൈന തന്റെ കുടുംബാംഗങ്ങളെ കൈവീശി കാണിച്ചു. ഇതോടെ തണ്ടർബോൾട്ട് സംഘവും ഇവരുമായി തിരികെ കോയമ്പത്തൂർ ജയിലിലേക്ക് യാത്രയായി. മാവോയിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസ് കോയമ്പത്തൂർ കോടതിയിൽ അടുത്തുതന്നെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം ഷൈന രൂപേഷിന് വീട്ടിലെത്തി തന്റെ അമ്മയെയും മക്കളെയും കാണാൻ അവസരം കൈവന്നത്. 20ഓളം കേസുകൾ ഇവരുടെ പേരിലുള്ളതായി പറയുന്നു. ഇതിൽ കൽപ്പറ്റ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാവോയിസ്റ്റ് സംഘടന രൂപീകരിച്ചതുമായുള്ള 3 കേസുകളും തമിഴ്നാട്ടിലെ 2 കേസുകളുമാണ് ഉടൻ വിചാരണ ആരംഭിക്കാനിരിക്കുന്നത്. ഷൈനയുടെ ഭർത്താവ് പെരിങ്ങോട്ടുകര സ്വദേശി രൂപേഷും കോയമ്പത്തൂർ ജയിലിൽ കഴിയുകയാണ്. മുമ്പ് ഹൈക്കോടതി ജീവനക്കാരിയായിരുന്നു ഷൈന. 2 വർഷം മുമ്പ് കർണാടകയിൽ നിന്നാണ് രൂപേഷും ഷൈനയും പിടിയിലാവുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ.